എല്ലാ മകരക്കൂറുകാർക്കും ആഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി മകരക്കൂറുകാർക്ക് അല്പം പരിശ്രമം ആവശ്യമുള്ള മാസമാണ്. സ്ഥിരമല്ലാത്ത ജോലികൾ ചെയ്യുന്നവർക്ക് വരുമാനം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രയോജനപ്പെടുത്താതെ ഇരുന്നാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ മേഖലകൾ, നിങ്ങൾ സ്ഥിരമായ ഒരു ജോലി അല്ല ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഏതു മേഖല ആയാലും ആ മേഖലയിലെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കർമ്മമേഖലയിൽ ചില അപ്രതീക്ഷിത പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകാം. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം, പ്രതിസന്ധി തുടങ്ങിയ പ്രയാസങ്ങൾ വന്നേക്കാം. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഫർണിച്ചർ, ലക്ഷറി വെഹിക്കിൾസ്, സെയിൽസ് തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പുതിയ അവസരങ്ങളും ആ പ്രശ്നത്തിലൂടെ വന്നു ചേരും. ബിസിനസ്സുകൾ ചെയ്യുന്ന മകരക്കൂറുകാർക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന മാസമാണ്. എഡ്യൂക്കേഷൻ, ഫാമിംഗ്, ഹോട്ടൽ, ഫുഡ് സപ്ലൈ, കാറ്ററിംഗ് തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മകരക്കൂറുകാർ അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ്. വ്യായാമക്കുറവ് മൂലം ശരീരത്തിൽ മാലിന്യങ്ങളും ആലസ്യവും ഉണ്ടാകാം. അതുകൊണ്ട് നിത്യേന അരമണിക്കൂർ വീതമെങ്കിലും വ്യായാമങ്ങൾ ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനുവേണ്ടി യോഗയോ ജിംനേഷ്യമോ ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കുടുംബപരമായി മകരക്കൂറുകാർക്ക് നല്ല മാസമാണ്. വിവാഹം, സന്താനയോഗം, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കും. സന്താനങ്ങൾക്ക് വിദേശവാസത്തിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഇത്രയുമാണ് ഓഗസ്റ്റ് മാസഫലങ്ങളായിട്ട് മകരക്കൂറുകാർക്ക് പറയുവാൻ ഉള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും നല്ല ഒരു ഓഗസ്റ്റ് മാസം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.